മണ്ഡലം ഒരു തരംഗമാവുകയാണ്. പത്തനംതിട്ടയിൽ 258 വോട്ടുകൾക്ക് തോമസ് ഐസക്. പരീക്ഷണം LDFന്റെ പരീക്ഷണം വിജയിക്കുമോ എന്ന് കണ്ടറിയാം. ഓരോ മണ്ഡലത്തിലും ഓരോ നിയോജക മണ്ഡലത്തിലും സ്വന്തം വോട്ടുകളുള്ള തോമസ് ഐസക് 1185 എല്ലാ പ്രവചനങ്ങളെയും അപ്രസക്തമാക്കുകയാണോ? 1185 ഗുജറാത്തിൽ നിന്ന് NDA 21 ഇന്ത്യ സഖ്യം 5 ഇടത്ത്. വലിയ വാർത്ത 5 ഇടത്ത് ഇന്ത്യ സഖ്യമെങ്കിൽ അതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. രജപുത്ര രോഷം പുരുഷോത്തം രൂപാല കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ആ ഭൂതം ഗുജറാത്തിനെ എത്രത്തോളം BJPക്ക് മുറിവാക്കി മാറ്റിയോ? നരേന്ദ്രമോദി കാലത്ത് ഒരു ഘട്ടത്തിലും ഒരു സീറ്റും BJP കൈവിടാത്ത ഗുജറാത്തിൽ 5 സീറ്റിൽ ഇന്ത്യ മുന്നണി. കോൺഗ്രസിന് സംഘടന പോലുമില്ലാതെ അമ്പേ തകർന്നു പോയ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവാണോ ഇത്? ടോട്ടൽ കൗണ്ട് എത്രയാണെങ്കിലും ഗുജറാത്തിൽ നഷ്ടപ്പെടുന്ന ഓരോ സീറ്റിനും BJP പറയേണ്ടി വരുന്ന രാഷ്ട്രീയ മറുപടി എത്രത്തോളം വലുതായിരിക്കുമെന്നത് നമുക്കറിയാവുന്നതാണ്. LDF തിരിച്ചു പിടിക്കുന്നു. 632 വോട്ടുകൾക്ക് 632 വോട്ടുകൾ കാറ്റിങ്ങിൽ ലീഡ് ചെയ്യുമ്പോൾ NDA തിരുവനന്തപുരത്തെ ലീഡ് 806 ഉയർത്തുന്നു. സൂചനയാണോ? നേടിയതിൽ വലിയ ലീഡാണ് 800കളിലേക്ക് ലീഡ് ഉയർത്തുന്നത്. ജയിലിൽ നിന്നിറങ്ങി വന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രചാരണം നടത്തിയ ഡൽഹിയിൽ 6-1 എന്ന വിധത്തിൽ NDA മുന്നേറുന്നു. ഡൽഹിയിൽ. ഹരിയാനയിൽ 6-4 6ഇടത്താണ് കോൺഗ്രസ് സഖ്യം മുന്നേറുന്നത്. കോൺഗ്രസ് മുന്നേറുന്നത് 4ഇടത്ത് മാത്രമേ ഉള്ളൂ. NDA ഹരിയാന ഒരു സാമ്പിൾ സ്റ്റേറ്റ് ആണ്. മുന്നിട്ട് നിൽക്കുകയാണ് ഇന്ത്യ സഖ്യം. 6 സീറ്റുകളിൽ NDA 4ഇടത്ത്.